വരാനിരിക്കുന്ന നല്ല കാലത്തേക്കുള്ള കാത്തിരിപ്പുമായി മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. മേടച്ചൂടിലും പുതുപ്രതീക്ഷകളുമായി പുലരിയെ വരവേറ്റാണ് മലയാളി ഇന്ന് ഉണർന്നത്. തിരുവനന്തപുരം പേരൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ കണി കാണാനായി നിരവധി പേരാണ് എത്തിയത്. മലയാളികൾ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു വിഷു ആഘോഷിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പേരൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. തിരുവനന്തപുരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിഷു ദിനമായതുകൊണ്ട് ശ്രീകൃഷ്ണനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാട് പേരാണ് ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടെ മഞ്ഞപ്പട്ടും അതുപോലെ തന്നെ കാണിക്കയുമായി ശ്രീകൃഷ്ണനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുകയാണ് ആളുകൾ. അത്തരത്തിൽ ഒരുപാട് പേർ രാവിലെ മുതൽ വലിയ ക്യൂ നിന്ന് രാവിലെ തന്നെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി ശ്രീകൃഷ്ണ സന്നിധിയിൽ കുറച്ചു നേരം ചിലവഴിക്കാൻ വേണ്ടി എത്തുകയാണ്. മേടമാസത്തിലെ ആദ്യ ദിനമാണ് സൗരവർഷം, മലയാളികളുടെ സൗരവർഷം തുടങ്ങുന്ന ദിനമാണ്. അത്തരത്തിൽ വളരെ ഐശ്വര്യപൂർണമായ ഒരു വർഷം തുടങ്ങുന്ന ഒരു ദിനമെന്ന് തന്നെ പറയാം. ചേച്ചി, ഹാപ്പി വിഷു. ശ്രീകൃഷ്ണനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. ഭയങ്കര ക്യൂ. കുറെ നേരമായോ വന്നിട്ട്? ഇല്ല, കുറച്ച് ഇപ്പൊ വന്നതേ ഉള്ളൂ. സദ്യയൊക്കെ ഒരുക്കിയോ? ഇല്ല, ഒന്നും ഒരുക്കില്ല. എല്ലാം കഴിച്ചെന്നിട്ട് വേണം. ഒരു പുതിയ വർഷം കൂടെ തുടങ്ങുകയാണ്. വിഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ വർഷമായിട്ട് മലയാളത്തിൽ അങ്ങനെയാണ് കാണുന്നത്. എന്താണ് ഈ ഒരു ദിനം, ഐശ്വര്യപൂർണ്ണമായിട്ടൊരു ദിനം ആശംസിക്കുകയാണോ? എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല വർഷമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമായ ഒരു കാര്യമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കണി കാണുക, കണ്ടതിലുള്ള കാര്യങ്ങൾ സന്തോഷം നേടിയിരിക്കുക. മലയാളിക്ക് പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ് ശ്രീകൃഷ്ണൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ അന്നത്തെ ദിവസം കണി കാണുന്നു, വിഷു കണി കാണുകയാണ്. അമ്മ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു മോളെ. എന്താ വിഷു ദിനത്തിൽ പറയാനുള്ളത്? നമുക്ക് ഇവിടെ വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ മനസ്സിന് സമാധാനവും ശാന്തിയും കിട്ടും. അത്രയ്ക്കും വിശ്വാസമാണ് നമുക്ക്. 2001 മുതൽ ഇവിടെ ഒന്ന് ഭഗവാനെ തൊഴാൻ വരുവാണ്. നമുക്ക് അത്രയ്ക്ക് സന്തോഷമാണ് ഭഗവാന്റെ നടയിൽ ഒന്ന് തിരുമുഖം കാണാൻ. എല്ലാവർക്കും നന്മ നിറയട്ടെ, ഐശ്വര്യപരമായ വർഷം ഉണ്ടാവട്ടെ. കണി കണ്ടോ? കണി കണ്ടു, രാവിലെ കണ്ടു. വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ഐശ്വര്യത്തോടും കൂടി ഈ ഒരു വർഷം ആരംഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും സന്തോഷവും സർവ്വ ഐശ്വര്യം ഉണ്ടാവട്ടെ. കേരളക്കരയ്ക്ക് എല്ലാവരും ഇന്ന് വിഷു ആഘോഷിക്കണ്ടല്ലോ. നടക്കുന്ന ഈ പശ്ചിമേഷ്യൻ യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അത്രയേ ഉള്ളൂ. അതേ, ഇന്ന് ഇവിടെ ഈ ഒരു സന്നിധിയിൽ വെച്ച് ചേട്ടൻ പ്രാർത്ഥിക്കുന്നത് പശ്ചിമേഷ്യൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാണ്. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. അത് തന്നെയാണ് കൂട്ടായ്മയുടെ ഒരു ഉത്സവമാണ് വിഷു, കാർഷികോത്സവമാണ്. എല്ലാ മനുഷ്യരും ഐശ്വര്യത്തോടെ ഒരു ദിനം തുടങ്ങുകയാണ്, ഒരു വർഷക്കാലം തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ഐശ്വര്യപൂർണമായ ഒരു ദിനത്തിലും പശ്ചിമേഷ്യൻ സംഘർഷമാണ് ഇവിടെ ആളുകളൊക്കെ ഓർക്കുന്നത്. എല്ലാവരും അത്തരത്തിൽ സമാധാനപൂർണമായിട്ടുള്ള ഒരു ലോകം ഉണ്ടാവണമെന്നാണ് ഇന്നും പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ക്യാമറ പേഴ്സൺ ബിനീഷ് നേതാജിക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.